ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ എന്തായാലും ഹോസ്പിറ്റലിലായി. ഈ സമയത്ത് അവിടെ ആരുടെ വണ്ടിയിലായിരുന്നു, എന്താ സംഭവിച്ചത്, ഇതെല്ലാം പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സച്ചിയുടെ കാര്യം അവിടെ വന്നു. ഇവർ സച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞ് സച്ചി അന്വേഷിച്ച് പോലീസ് വരണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എല്ലാവരും വലതുകാല് വെച്ച് കയറാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കല്യാണ പെണ്ണും ചെറുക്കനും വന്നു. ഭയങ്കര സന്തോഷം. വീട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴും പിന്നോട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. നീ എന്താ ശ്രുതി ഈ കാണിക്കുന്നത്? ഇനിയും നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ എന്ന് മീര അന്നേരം ചോദിച്ചു. കല്യാണം കഴിഞ്ഞല്ലേ ശ്രുതി, പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ നവീൻ ഇനി ഇവിടേക്ക് എങ്ങനെ വരുമെന്ന് ചോദിച്ചു. ഏയ് നീ ധൈര്യമായിട്ട് ഇരിക്കുക, സന്തോഷത്തോടെ വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ മീര വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇവർ വീട്ടിലോട്ട് വന്നു. ഇവർ വീട്ടിലോട്ട് വന്നപ്പോൾ ആരതി എടുക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അച്ചമ്മ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നു, ഞാൻ പോയി ആരതി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അകത്തേക്ക് ആരതി എടുക്കാനായിട്ട് കയറി പോകുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം സച്ചി അവിടെ നിൽക്കാൻ പറഞ്ഞു. രേവതിയൊക്കെ പറഞ്ഞു, ആരതി ഇവരെയല്ലേ ഒഴിയേണ്ടത്, ഞാനതിനെ ഇവിടെ നിൽക്കുന്നത്, ഞാൻ അകത്തേക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ അച്ചമ്മ ജോലി ചെയ്താലേ എനിക്ക് കാശ് കിട്ടുള്ളൂ, എനിക്ക് എൻ്റെ അടുത്ത ജോലിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് തുടങ്ങുക സച്ചി. എനിക്ക് എൻ്റെ കാര്യം നോക്കണം എന്നും സച്ചി പറഞ്ഞേ. അപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവരെങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് എടാ വീടിനകത്ത് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നീ പൊയ്ക്കോ, അതുവരെ മിണ്ടാതെ നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ അച്ഛനും സച്ചിയെ വിലക്കി. അങ്ങനെ ഇവരിവിടെ പറഞ്ഞനുസരിച്ച് നിൽക്കുന്നു. അപ്പോൾ ശ്രുതിയുടെ മുഖത്തൊരു വിഷമം. പെട്ടെന്ന് അച്ഛനത് ശ്രദ്ധിച്ചു, അച്ഛമ്മയും ശ്രദ്ധിച്ചു. എന്താ ശ്രുതി, മുഖത്തൊരു സങ്കടം പോലെ, മോൾ ആരെയും നോക്കുന്നേ, ആരെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ വീടും പരിസരമൊക്കെ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇനി ഞാൻ ഇവിടെയാണല്ലോ കഴിയേണ്ടതെന്നൊക്കെ ഡയലോഗുകൾ. അപ്പോൾ ശ്രുതിക്ക് ഞാൻ എല്ലാം ചുറ്റി കാണിച്ച് തരാമെന്ന് ശ്രുതി. പിന്നെ കാശ്മീരല്ലെന്ന് വെച്ചാൽ ചുറ്റി കാണിച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുക സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ സച്ചിയോട് പറഞ്ഞു. അപ്പോഴത്തേക്കും ആരതിയായിട്ട് വരികയാണ് നമ്മുടെ ചന്ദ്രമതി തമ്പരാട്ടി. വലിയ ചിരിയൊക്കെ ചിരിച്ച് വരുന്നു. രേവതിയും സച്ചി ഇങ്ങനെ രേവതി സച്ചി നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സച്ചിക്ക് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ചന്ദ്ര തന്നെ വന്ന് ഈ ആരതി ഒഴിയാൻ തുടങ്ങിയപ്പോൾ ചന്ദ്ര നിൽക്കാൻ പറഞ്ഞു. ആരതി തട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്തിനാ ഞാനത് അവളുടെ കൈ കൊടുക്കുന്നത്? അപ്പോൾ വീട്ടിൽ ആദ്യം വന്ന് കയറിയ മരുമകള് അത് രേവതിയല്ലേ, അവൾ ആരതി ഒഴിയണം, മുറ തെറ്റിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി അങ്ങ് പറഞ്ഞു. അച്ഛമ്മ അത് പറയുന്നത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. മോളെ രേവതി ആരതി തട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ രേവതി ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ, തട്ട് വാങ്ങും എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയും പറഞ്ഞു വിട്ടു. അങ്ങനെ രേവതി ചെന്ന് തട്ട് മേടിച്ച് കയ്യിൽ പിടിച്ചു. അപ്പോൾ നീയും കൂടെ ചേർന്ന് ആരതി ഒഴിയാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് അച്ഛമ്മ പറഞ്ഞു. അമ്മയല്ലേ പറഞ്ഞത് ഇവളാ ആരതി ഒഴിയേണ്ടതെന്ന്, അവൾ ഒഴിയണം, നീ ഒഴിയേണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ. രണ്ടുപേരും ചേർന്ന് ആരതി ഒഴിയുക വേണ്ടതെന്നൊക്കെ പറഞ്ഞു. ചേർന്ന് ആരതി എടുക്കാൻ എന്താ നിനക്കൊല്ല കുറച്ചിലും ഉണ്ടോയെന്ന് അച്ഛമ്മ ചോദിച്ചു. ആരതി തട്ട് പിടിക്കുക എന്നും പറഞ്ഞ് ചന്ദ്രമതിയെ കൊണ്ട് ആരതി തട്ടിൻ്റെ ഒരു സൈഡിൽ പിടിപ്പിച്ചു. എന്നിട്ട് പിന്നെ രണ്ടുപേരും കൂടി ചെറുക്കനെയും പെണ്ണിനെയും ആരതി ഒഴിഞ്ഞു. അതിന് ശേഷം നിലവിളക്ക് എടുത്തു കൊടുക്കാനായിട്ട് അങ്ങ് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോയി. ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോൾ രേവതിയോട് അതങ്ങ് കൊണ്ടേ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക രേവതിയോടെ. അപ്പോൾ മോളെ നീ ആ തട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അതായത് രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കിയതാണ്. അപ്പോൾ അച്ചമ്മ അത് ചന്ദ്രമതിക്ക് എന്നെ കൊടുപ്പിച്ചു. എന്നിട്ട് പിന്നെ ചന്ദ്രമതി അത് കൊണ്ടുപോയി എവിടെയോ കൊണ്ടുപോയി ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങ് വന്നു. അതിനുശേഷം അവർ വലതുകാല് വെച്ച് അകത്തേക്ക് കയറുന്നു. അങ്ങനെ ആ സാധനം കൊണ്ടുപോയി അവിടെ വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. ആ സമയത്ത് കയറാൻ തുടങ്ങിയതും ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ തന്നെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വലതുകാല് വെച്ച് അകത്തേക്ക് കയറുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി വലതുകാല് വെച്ച് അകത്ത് കയറി. എല്ലാവരും കയറി പോയി കഴിഞ്ഞപ്പം ഇതാ ഇവിടെ എപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭാമയോട് പറയാം. അപ്പം അത് വിടടി എന്ന് ഭാമ കൂട്ടുകാരിയോട് പറയുന്നു. 2 ദിവസം കഴിഞ്ഞ് അമ്മ അങ്ങ് പോവില്ലേ, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അമ്മയൊന്ന് പോട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്കെട്ട്, ആ പൂ കെട്ടുന്നവൾക്ക് വെച്ചിട്ടുണ്ട് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരകത്ത് കയറി അവിടെ ചെന്നിരിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ അവിടെ കയറി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പിന്നിൽ നിന്ന് അതേ സൂക്ഷിച്ചു പോണം, തട്ടരുത്, വീഴരുത് എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഇവരൊന്നും ഞെട്ടി കേട്ടോ. അപ്പോൾ എന്താടാ മാറി നിൽക്കടാന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഈ സുതിയെ പിടിച്ചൊരു തള്ളും കൂടെ തള്ളി നമ്മുടെ സച്ചി. അപ്പോഴേക്കും സച്ചിക്ക് കലി അത്രയ്ക്കുണ്ടേ. അങ്ങനെ സുതിയെ വെറും ഒരു ഇതും കാണിക്കാതെ ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പോഴേക്കും ഒന്ന് തൊട്ടാൽ തന്നെ പോയി വീഴുന്നവനാണ് ഇവൻ. എടാ ആണുങ്ങളായ ശരീരത്തിന് കുറച്ചൊക്കെ ബലം വേണം, ഉറപ്പ് വേണം. അതെങ്ങനെയാ, പണിയെടുത്ത വല്ല ശീലമുണ്ടോ? ഈ കൈക്ക് നീ കണ്ടോ, എന്നെ നോക്കിക്കേ,
കണ്ടടാ പണിയെടുത്ത കയ്യാടാ, പണിയെടുത്ത ശരീരമാടാ എന്നൊക്കെ പറഞ്ഞു. അപ്പം സച്ചി മിണ്ടാതിരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ. സച്ചി ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ നമ്മുടെ സച്ചി നിന്ന് കാണിക്കുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി പറന്നാ വരുന്നേ. ഇതെന്ത് എല്ലാവരും കൂടി ഇവിടെ നോക്കി നിൽക്കുന്നേ. ചടങ്ങിനുള്ള പാലും പഴവും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി പിന്നാലെ ചെന്നു. പാല് ചൂടാക്കി അതിൽ ബദാം പൗഡർ ഇടണം, അത് മറക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അതമ്മേ ബദാം പൗഡർ ഇല്ല, തീർന്നു പോയെന്ന് പറഞ്ഞു രേവതി. എന്നാൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചി. ചുമ്മാ തിരിയടാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ മോളിയെല്ലാം പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുക. അപ്പോൾ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പം ചന്ദ്രൻ രണ്ടുപേരെയും പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് തൊഴിയിക്കാൻ പറഞ്ഞു. എല്ലാം നിന്നോട് പറഞ്ഞു ചെയ്യിക്കണോ എന്ന് ചോദിച്ച് അച്ഛമ്മ ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടു. രണ്ടുപേരും പൂജാമുറിയിലേക്ക് പോണു. അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിളക്ക് തെളിയിച്ച് കഴിഞ്ഞപ്പം നല്ല ഭാവി ജീവിതം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോടും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഈ ചന്ദ്രമതി ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു വൈക്കോൽത്തൂറ് വെച്ച് കത്തിച്ചാൽ മതി, അപ്പോൾ വീട് നിറച്ച് നല്ല പ്രകാശമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എല്ലാത്തിനും ഇടങ്കോലിട്ട് സംസാരിക്കാം. അപ്പോൾ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭർത്താവിനോട് പറയുന്നു. അപ്പോൾ സച്ചി ചുമ്മാ ഇരിക്കടാന്ന് അച്ഛൻ. അപ്പോൾ ശരി അച്ഛാ, ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രുതി കത്തിച്ച അത് വലിയ പ്രകാശത്തിൽ കത്തണമെന്നാണ് ചന്ദ്രമതി ഉദ്ദേശിച്ചത്. ആ സമയം മോളെ ശ്രുതി, നീ ഈ വീട്ടിൽ വന്ന നേരം ഈ വീട്ടിനുള്ളിലെ കെട്ടതെല്ലാം പുറത്തു പോയി തൊലയണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വെച്ച് ആ ഒരു ഇതിലിങ്ങനെ പറയേ പുള്ളിക്കാരി. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഈ വീട് വിട്ട് പോവുകയാണോ എന്ന് ചന്ദ്രമതിയോട്. അപ്പം മിണ്ടാതിരിയടാ അവിടെ എന്നും പറഞ്ഞ് അച്ഛമ്മ ചന്ദ്രേ നീയും സംസാരം നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പം മോളെ ശ്രുതി വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാവരെയും നോക്കി വലിയ ചിരിയൊക്കെ ചിരിച്ച് അവിടെ വെച്ച് ആ ഒരു വിളക്ക് തെളിയിക്കുക. അങ്ങനെ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഭഗവാൻ നടത്തി തന്നു, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. ഒരു പ്രശ്നമായിട്ട് ആരും വരരുതേ എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവർ പാലും പഴവും എടുത്തുകൊണ്ട് വരാനായിട്ട് ചന്ദ്രമതി പറഞ്ഞു. അപ്പോൾ രേവതി മിണ്ടുന്നില്ല കേട്ടോ, മൈൻഡ് ചെയ്യാതെ നിൽക്കുക. നിന്നോടല്ലേടി പറഞ്ഞപ്പോൾ പാലും പഴവും എടുത്തുകൊണ്ട് വരാനെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വല്ല ആജ്ഞാപിക്കുക. ആ സമയം ആജ്ഞാപിക്കല്ലേ എന്ന് നമ്മുടെ സച്ചി അങ്ങ് പറഞ്ഞു. നിങ്ങളാരാ രാജ്ഞിയാണ്, മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിലേ പാലും പഴവും പിന്നെ പുറത്ത് കിടക്കുമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പം സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അങ്ങനെ രേവതിയെ ഓരോരുത്തും ഈ പുള്ളിക്കാരി താത്തി കെട്ടുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഉള്ള കൊട്ടായിട്ട് തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ കൂടെ ഉണ്ട്. ആ സമയത്ത് മോളി ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പാലും പഴവും കുടിക്കാനായിട്ട് പോകുന്നു. അപ്പോഴും ശ്രുതിയുടെ ഉള്ളിൽ ഇങ്ങനെ അവനെങ്ങാനും വരുമെന്ന് ശ്രുതി ഇത് വേർത്തോണ്ടിരിക്കുക. അപ്പം മോളെ ശ്രുതി, എന്താ നിനക്കൊരു ടെൻഷൻ പോലെ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു. അപ്പം ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. നന്നായി മോള് വിയർക്കുന്നുണ്ടല്ലോ, അപ്പം നല്ല ചൂടുണ്ട് അതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുന്നു. അപ്പോൾ രേവതി അങ്ങ് വന്നു. രേവതി ആ ഫാനിൻ്റെ സ്പീഡ് കൂട്ട് എല്ലാം രേവതിയെ കൊണ്ട് ചെയ്യിക്കുവാണ് ചന്ദ്രമതി. രേവതി അതെല്ലാം പുറകടന്ന് ചെയ്യാനും. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, ആ ഫാൻ തന്നെ ഊരി അവരുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുക, ഇവിടുത്തെ മഹാറാണിയമ്മയ്ക്ക് കൂടുതൽ കാറ്റങ്ങ് കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയാം. അമ്മേ ഹോളിൽ ഒരു AC വെക്കുന്നത് നല്ലതാണെന്ന് ശ്രുതി പറയുമ്പോൾ പിന്നെ നല്ലതായിരിക്കും സച്ചി. കാശുണ്ടോടാ നിൻ്റെ കയ്യിൽ? അപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് ശ്രുതി. നീ എന്നോട് പറഞ്ഞില്ല, പക്ഷെ ഞാൻ നിന്നോട് തന്നെ പറഞ്ഞെന്ന് സച്ചി. അപ്പോൾ എന്താ സച്ചി ഇത്? ശ്രുതി രണ്ടുപേരും പാലും പഴവും കഴിച്ചേ എന്ന് പറഞ്ഞു ഭാമ അന്നേരം പറഞ്ഞു. അപ്പോൾ എടുത്ത് കഴിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പാലും പഴമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് കുടിക്കുന്നു. അങ്ങനതെ അതൊക്കെ കഴിച്ചു. അപ്പോൾ കുടിക്കുമ്പോളേ കുടിക്കുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. ശ്രുതിയാണ് ടെൻഷൻ അടിച്ചൊരു വഴിക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മുടെ ശ്രുതി പഴം എടുത്ത് കഴിച്ചു. എടാ മുഴുവൻ കഴിക്കാതെ പകുതി അവർക്കും കൂടെ കൊടുക്കണോ എന്നും പറഞ്ഞിട്ട് അമ്മ കോക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അന്നേരം നിന്ന് കോക്രികൾ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രേവതി ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും രേവതിയുടെ മനസ്സിൽ ഇതൊക്കെ നന്നായി വരണം എന്ന് തന്നെയുള്ള ആഗ്രഹമാണ്. അപ്പോൾ ചന്ദ്രമതിയും തലോടി കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട് ശ്രുതിക്കും അരികിൽ തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇവർ അതെല്ലാം കഴിച്ചിരിക്കുമ്പോഴും ശ്രുതിയുടെ ഉള്ളിൽ ടെൻഷനാണ്. അപ്പോഴേക്കും മീര പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ നിന്ന് ടെൻഷൻ അടിച്ച് ഇവർക്കെല്ലാവർക്കും സംശയം ഉണ്ടാക്കാനുള്ള ഇടയുണ്ടാക്കരുത് കേട്ടോ എന്ന്. അപ്പോഴേക്കും എന്തേ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്താണ് ഒരു സ്വകാര്യം എന്ന് നമ്മുടെ സച്ചി ചോദിച്ചു കൂട്ടുകാരിയോട്. അപ്പം ഒന്നുമില്ല എന്നും പറഞ്ഞിരിക്കുന്നു നിൽക്കുമ്പോൾ അവർക്കങ്ങനെ പലതും പറയാൻ കാണുമാനും നിനക്ക് എന്താണെന്ന് ചോദിച്ചു ചന്ദ്രമതി സച്ചിയോട്. അയ്യോ എനിക്കൊന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ
അങ്ങനെ എന്തായാലും ആ ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം ആ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് പോലീസ് വരുന്നത്. വീട്ടിലേക്ക് പോലീസ് വന്ന് കയറിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി, ഇതെന്താ സംഭവം? പെട്ടെന്ന് ശ്രുതിക്കും അതുപോലെ നമ്മുടെ മീരയ്ക്കാണ് ടെൻഷൻ കൂടുതൽ. അപ്പോൾ എന്താ സാർ, എന്താ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രവിയാണ് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഒരു കേസിൻ്റെ കാര്യമായിട്ട് വന്നതാണ്, ആ കേസിനെ പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി ചോദിച്ചു, എന്താ സാർ കേസെന്ന്? അപ്പോൾ ആരോടാ സംസാരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇവനോട് തന്നെ, വേറെ ആരോട് സംസാരിക്കാനാണെന്ന് ചന്ദ്രമതി അവിടെ നിന്ന് സച്ചിയെ തന്നെ ഇതാക്കി നിൽക്കുന്നു. അപ്പം നല്ല നാളായിട്ട് പോലീസ് വീട്ടിൽ വന്നു, നിന്നെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അപ്പം ചന്ദ്രേ എന്ന് പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ സാർ ആരെ കാണാനാ വന്നതെന്ന് ചോദിച്ചപ്പം സച്ചിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ ഇപ്പം എന്താ ഉണ്ട്? നേരായില്ലേ? എവിടെയെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. മനുഷ്യൻ്റെ മാനം കളയാനായിട്ട് പറഞ്ഞൊരു സന്താനം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ മോശക്കാരനാക്കി സംസാരിക്കുക ചന്ദ്രമതി. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് ചെന്നു. സർ, എന്തിനാ സാർ ഇപ്പോൾ ഇദ്ദേഹത്തെ തേടി വന്നതെന്ന് രേവതി ചോദിക്കുക. ഇദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം രേവതി ഞാൻ സംസാരിച്ചോളാമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ സർ, ഞാനാ സച്ചി, എന്താ വിഷയം എന്ന് ചോദിച്ചപ്പം നിങ്ങൾ കാർ ഡ്രൈവർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ സാർ എന്ന് പറഞ്ഞു. പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറ് അത് നിങ്ങളല്ലേ ഓടിക്കുന്നതെന്ന് ചോദിച്ചപ്പം അതെന്നും പറഞ്ഞു. അതൊരു ഫിനാൻഷ്യറുടെ കാറാണ്, ഞാൻ വാടകയ്ക്ക് ഓടിക്കുന്നതാണെന്നും പറഞ്ഞു. എൻ്റെ സ്വന്തം കാറ് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ സാറിനെ പോലെ ഒരു പോലീസുകാരൻ എനിക്കിട്ടൊരു പണി തന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളുടെ കാറിൽ ഒരാൾ ഇല്ലെന്ന് ചോദിച്ചപ്പം ഒരാളല്ല, ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. സാർ ആരെപ്പറ്റി പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ഇങ്ങനെ ടെൻഷനായി. അപ്പോഴേക്കും നമ്മുടെ നവീൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. നവീൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ശ്രുതി ഞെട്ടി. ശ്രുതി ഒട്ടും, അതുപോലെ തന്നെ മീരയും ഞെട്ടി. വലതുകാല് വെച്ച് വന്ന് കയറിയപ്പോഴേക്കും ശ്രുതിയെ തേടി പോലീസ് എത്തിയോ എന്നോർത്ത് ശ്രുതി ഇങ്ങനെ ഞെട്ടി അങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും ചന്ദ്രമതിക്കൊരു തിരിച്ചടി തന്നെ ആയിരിക്കും. ചന്ദ്രമതി ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ നവീൻ ഇങ്ങനെ കിടക്കുന്നത് കാണിച്ചപ്പം ഇയാളെ അറിയാവോ എന്ന് ചോദിച്ചു സാറ്. അപ്പോൾ അറിയാം സാർ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഉള്ളു കിടന്ന് ഇങ്ങനെ പടപടാന്ന് ഇടിക്കുവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ശ്രുതിക്കും അതുപോലെ കൂട്ടുകാരിക്കും അല്ലേ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, ഇന്ന് രാവിലെ ഇവൻ എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തിരുന്നു, ഒരു വൃത്തികെട്ടവനാ, തെമ്മാടിയാണെന്നൊക്കെ പറഞ്ഞപ്പം അയാൾ നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം അയാളെ കാണുമ്പോൾ നല്ല ഡീസൻ്റാണ് ഞാൻ കാറിൽ കയറ്റിയത്. കാറിൽ കയറിയ ഉടനെ ആർക്കും അവൻ ഫോൺ ചെയ്തു. ഒരു പെണ്ണിനെ കുറിച്ചാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, വളരെ മോശമായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രുതിയും മീരയും ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവൻ ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ അപമാനമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. അവളെ ജീവിക്കാൻ വിടില്ല, അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോകും, ഹോട്ടൽ മുറിയിൽ എത്തിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവിടെ വെച്ച് അവൻ മാത്രമല്ല അവൻ്റെ കൂട്ടുകാരും ഇതൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞതൊന്നും ഇവരുടെ മുന്നിൽ വെച്ച് പറയാൻ കഴിയുന്നതല്ല സാറേ, നാണം കെട്ടവനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചു നടന്നതെല്ലാം പറയുക. അപ്പം അതൊക്കെ കേട്ട് ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ. ആ സമയം അച്ചമ്മയും എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ കസ്റ്റമർ അല്ലേ എന്ന് കരുതി ഞാൻ കുറേ ക്ഷമിച്ചു. ഒടുക്കം ക്ഷമ നശിച്ച് കാറ് നിർത്തി ഞാൻ അവനെ പുറത്തിറക്കി 4 എണ്ണം കൊടുത്തു. സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ് സാർ അവൻ ആ പെണ്ണിനെ പറ്റി പറഞ്ഞത്. നല്ല അടി ഞാൻ കൊടുത്തു. ഇനി ഒരു പെണ്ണിനെ കുറിച്ചും അവൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചി പറയൂ കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതെല്ലാം അവർ CCTVയിൽ കണ്ട കാര്യങ്ങൾ വേണം. ഒടുക്കം അവൻ ഓടി, ഞാൻ പുറകിട്ട് ഓടിച്ചതാ. അപ്പോഴാ അച്ഛൻ്റെ കോള് വന്നത്. പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു സാർ എന്നും പറഞ്ഞു. അവൻ രക്ഷപ്പെട്ട് കാണും സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ എന്തിനാടാ അങ്ങനെയൊക്കെ കാണിക്കാൻ പോയതെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചപ്പം എടാ ഏതൊരു പെണ്ണിനെ കുറിച്ചും ഒരുത്തനും അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞാൽ നീ ചുമ്മാ ഇരിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് എല്ലാ പെണ്ണുങ്ങളും നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണ്. അവരെ മോശം പറഞ്ഞാലോ ഉപദ്രവിച്ചാലോ ഞാൻ ക്ഷമിക്കില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അതിൻ്റെ പേരില്ല എനിക്ക് എന്ത് ശിക്ഷ തന്നാലും എനിക്കൊരു പ്രശ്നമല്ല എന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് അച്ഛനും അതുപോലെ അമ്മയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോൾ ഏതോ ഒരുത്തനെ തല്ലിയിട്ട് വന്നിട്ട് നീ വലിയ ന്യായം പറയുകയാണോ എന്ന് അമ്മ ചന്ദ്രമതി ചോദിക്കുന്നു സച്ചിയോട്. സാറുമാർ എന്തിനാ വന്നത്? ഇവനെ അറസ്റ്റ് ചെയ്യാനല്ലേ? സമയം കളയണ്ട, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോക്കോളാൻ പറയുന്നു ചന്ദ്രമതി സ്വന്തം മോനെക്കുറിച്ച്. അപ്പോൾ അതിനു മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹം എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അപ്പോൾ ചന്ദ്രേ, സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഇവനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് അച്ഛമ്മ ചോദിച്ചു. സാർ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ ചോദിച്ചപ്പം ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല, കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി. ചന്ദ്രമതി ചമ്മി വിളറി നാറിപ്പുഴുത്ത് ഇങ്ങനെ എവിടെ നിൽക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇല്ല സാറേ ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് അയാളെ കാണുന്നതെന്ന് പറഞ്ഞു. അയാൾ ഏതോ ഒരു പെണ്ണിനെ പറ്റി മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഏത് പെണ്ണിനെ പറ്റി സംസാരിച്ചതെന്ന് അറിയാവോ, ഡീറ്റെയിൽസ് വല്ലതും അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. സച്ചി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്
അപ്പോഴേക്ക് ശ്രുതിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ശ്രുതി ഇങ്ങനെ ആകെ എന്താ പറയുന്നത്, നിന്നെടുത്ത് നിന്ന് ഇപ്പോൾ ഉരുക്കി താഴെ വീഴുന്ന ഒരവസ്ഥ. അങ്ങനെ സച്ചി നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സർ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി പറയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ശ്രുതിയും കൂട്ടുകാരിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മൾ കഥ അവസാനിച്ചു. എന്തായാലും ചന്ദ്രമോദിക്ക് ട്രാൻഡറിന് കിട്ടേണ്ട സമയം കഴിഞ്ഞിരുന്നു, കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള വിശേഷം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും